സർ, ഇന്നലെ തൃശ്ശൂരുള്ള കരിയോൽ പ്രയോഗം, ഇടതുപക്ഷം CPIM-ന്റെ കരിയോൽ പ്രയോഗം BJPക്ക് ഒരു ഗുണം ചെയ്യുന്ന ഒരു പ്രവർത്തനമായി പോയി എന്നൊരു തോന്നൽ സാറിനുണ്ടോ? പലപ്പോഴും ചില കാര്യങ്ങളിൽ നമ്മൾ നെഗറ്റീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പോസിറ്റീവ് ഫലവും, പോസിറ്റീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നെഗറ്റീവ് ഫലവും ഉണ്ടാകും. എൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം, ഇവിടെ തിരുവനന്തപുരത്ത് ബൈ ഇലക്ഷൻ നടക്കുമ്പോൾ അച്യുതാനന്ദൻ TP രമയെ കാണാൻ പോയി. അച്യുതാനന്ദൻ്റെ കൈകൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ സ്ത്രീയുടെ കരച്ചിൽ കേരളത്തിൻ്റെ മനസാക്ഷിയെ ഒന്നടങ്കം പിടിച്ചു പിടിക്കലാണ്. അച്യുതാനന്ദൻ അവരെ ആശ്വസിപ്പിക്കാൻ പോയി എന്നുള്ള പോസിറ്റീവ് ഫാക്ടർ അവിടെ ഉണ്ടാകുമ്പോൾ, മറുവശത്ത് CPM-ൻ്റെ അടിത്തറ ഇളകുകയും ആ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി CPM സ്ഥാനാർത്ഥി തോൽക്കുകയും ശബരിനാഥ് ജയിക്കുകയും ചെയ്തു. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്? ഇവിടെ ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരായി അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായി സംസാരിക്കാൻ ഒരു കാരണം, ഒരു ഘടകവും ആരുടെ കയ്യിലും ഇല്ലായിരുന്നു. BJPക്കാരുടെ കയ്യിലില്ല, RSSകാരുടെ കയ്യിലില്ല, വിശ്വഹിന്ദു പരിഷത്തിൻ്റെ കാര്യം, എന്തിനും ബജരംഗികളും സുരേഷ് ഗോപിയെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കള്ളവോട്ടുകളുടെ ചരിത്രം ഒന്നിനു പുറകെ ഓരോ ഫ്ലാറ്റിലെ ഓരോ മുറികളനുസരിച്ച്, മുറികളുടെ വലിപ്പം അനുസരിച്ച് കള്ളവോട്ടിൻ്റെ എണ്ണം കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരുന്നു. വോട്ടർമാർ എവിടുന്ന് വന്നു എന്നറിയത്തില്ല. ആകാശത്ത് നിന്ന് പൊട്ടിമുളച്ചതുപോലെ പുതിയ പുതിയ വോട്ടർമാർ എല്ലാ ബൂത്തുകളിലും വന്നു കഴിഞ്ഞു. പക്ഷേ അങ്ങനെ ജനങ്ങൾ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പിനെ സംശയത്തോടെ, വിജയത്തെ സംശയത്തോടെ, വിജയം തന്നെ ഒരു തോൽവിയായിരുന്നു എന്ന് കണക്കാക്കാൻ തുടങ്ങിയ അവസ്ഥയിലാണ് ഇന്നലെ ചെഗുവേരയുടെ ശിഷ്യന്മാർ എവിടെ കയറി? സുരേഷ് ഗോപിയുടെ ഓഫീസിൽ കയറി. സുരേഷ് ഗോപിയുടെ ഓഫീസിലും ബോർഡിലും കരിയോയിൽ ഒഴിക്കാൻ നോക്കി. അതുകൊണ്ട് അവരെന്താ നേടിയത്? അപ്പോൾ BJPയുടെ ഓഫീസ് ആക്രമിക്കാൻ വന്നു എന്നുള്ള പ്രചരണം നടത്താൻ BJPക്കും അത്തരം റൗഡിസത്തെ ഞങ്ങളും റൗഡിസം കൊണ്ട് നേരിടുമെന്ന് പറഞ്ഞ് ഇഷ്യൂ എന്തിലേക്ക് മാറ്റി? സുരേഷ് ഗോപി സുരേഷ് ഗോപിക്ക് വേണ്ടി നടന്ന കള്ളവോട്ടുകളേക്കാൾ പ്രധാനം സുരേഷ് ഗോപിയുടെ വീട് അല്ലെങ്കിൽ ഓഫീസ് ആക്രമിച്ചതിലേക്ക് വരുത്താൻ ഇവർക്ക് കഴിഞ്ഞു. ഇതിന് സമാനമായ സംഭവം വയനാട് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ ഇവർ കയറി, കോൺഗ്രസിൻ്റെ ഓഫീസർമാർ കയറി. കാരണം ഇത് വിവരക്കേടിൻ്റെ ആശന്മാരായിട്ടൊരു സ്വയം മാറുകയാണോ അതോ പർപ്പസ്ഫുള്ളായിട്ട് മാറുന്നതാണോ സംശയം. അപ്പോൾ സുരേഷ് ഗോപിക്ക് ഇന്ന് തൃശ്ശൂർ വരാനും അവിടെ കാലുകുത്താനും അവിടെ രക്ഷപ്പെടാനുള്ള, പിന്നീട് തിരിച്ച് വർത്തമാനം പറയാനുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള മഹത്തായ കർമ്മമാണ് അവിടുത്തെ ചെഗുവേര ശിഷ്യന്മാർ ചെയ്തിരിക്കുന്നത്. ഇതിനെ നിയന്ത്രിക്കാൻ ആളില്ലേ? ഓരോ സ്ഥലത്തും പാർട്ടിക്കകത്ത് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഈ പ്രശ്നം ഉണ്ടാക്കുക വഴി ഇപ്പോൾ നമ്മുടെ ഗവർണറുടെ പ്രവർത്തികൾ എന്തും ആയിക്കോട്ടെ, അയാൾ ഭാരതാംബയുടെ പണം കൊണ്ടുപോക്കും, ആരുടെ ഭൂലാദേവിയുടെ പണം കൊണ്ടുപോക്കും, ഇത് നമ്മുടെ ബാധ്യതയില്ല. ഇത് അവർ അങ്ങനെ ഇഷ്ടപ്രകാരം ഒരു കാര്യം ചെയ്തു. അത് പൊതുസ്ഥലത്ത് വെച്ചായിരിക്കും. നമ്മളും പൊതുസ്ഥലത്ത് ഈ പിണറായി വിജയൻ ഈ കറുത്ത ബെൻസ് ലോറിയിൽ അല്ല ബെൻസ് ബസ്സിൽ കേരളം മുഴുവൻ ചുറ്റിയില്ലേ? അതാ സ്കൂളുകളിലെ മതിൽ ഇടിച്ച് നിരത്തിയില്ലേ? അത്രയൊന്നും ഇല്ലല്ലോ. ഇത് ഒരു ഭാരതാംബയുടെ പടം അവിടെ വെച്ചെന്ന് വെച്ചാൽ എന്താ പടം ഉണ്ടായി? എത്ര സ്കൂളിൻ്റെ മതിൽ ഇടിച്ച് നിരത്തി? അതിന് എത്ര ലക്ഷം രൂപ രണ്ടാമത് നന്നാക്കാൻ വേണ്ടി ചിലവായി? ഇത് ആലോചിക്കാതെ ഇത് കയറി സുരേഷ് ഗോപിയുടെ ഓഫീസിൽ കയറി ആക്രമിക്കാൻ തീരുമാനിച്ചു. എന്താ പറയുക? നിങ്ങൾ പാർലമെൻറ്റിൽ ബഹളം ഉണ്ടാക്കണം. ഇതിന് തീരുമാനം എടുക്കാൻ പറ്റുന്ന ആളാരാ? സുരേഷ് ഗോപിയുടെ ഇലക്ഷൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റുന്നത് ഒന്ന് BJP, ഒന്ന് സുരേഷ് ഗോപി, 3 കൺസേൺഡ് ഉദ്യോഗസ്ഥന്മാർ. ആദ്യത്തെ 2 ഘടകവും സുരേഷ് ഗോപിയുടെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചാൽ പോലും ഈ കളിയിൽ ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കില്ലേ? ആലോചിച്ച് നോക്ക്. ഈ കളിയിൽ ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കില്ലേ? ആരായിരുന്നു ഈ റൂമുകൾ പരിശോധിച്ച് വോട്ടേഴ്സ് ലിസ്റ്റ് കൺഫേം ചെയ്യാൻ പോയ പാർട്ടി? അവരുടെ പേരൊന്ന് പബ്ലിഷ് ചെയ്യുക, അവരുടെ വിധേയത്വം ഒന്ന് പബ്ലിഷ് ചെയ്യുക. അപ്പോൾ ഏത് പാർട്ടിക്കാരാണെന്ന് പറ. ഇവരെല്ലാം അറിഞ്ഞുകൊണ്ട് നടന്ന കളിയല്ലേ ഇത്? സുനിൽകുമാർ ആൾ സുനിൽകുമാറല്ലേ? സുനിൽകുമാറിന് അറിയാൻ മേലാത്ത മേഖലയല്ല, തട്ടകമല്ല തൃശ്ശൂർ. കരതലാമലകം പോലെ തൃശ്ശൂരിൻ്റെ ഓരോ നല്ലങ്ങളും അറിയാവുന്ന ആളാണ്. മുരളിക്ക് വേണ്ടി എക്സസ് പറയാം. ഞാൻ വളരെ താമസിച്ചാണ് വന്നത്, അപ്രതീക്ഷിതമായിട്ട് അങ്ങോട്ട് വന്നത്. പ്രതാപന് പറയാൻ പറ്റുമോ? പ്രതാപൻ മത്സരിക്കാൻ റെഡിയായതല്ലേ? പ്രതാപൻ്റെ പശ്ചാത്തല പുറത്തൊക്കെ ഇന്ന് വന്ന് ചാനലുകളുടെ മൈക്കിൻ്റെ മുമ്പിൻ്റെ വായടിക്കാം. ഗ്രൗണ്ട് വർക്ക് പ്രതാപനും ചെയ്തിട്ടില്ലായിരുന്നു, സുനിൽകുമാറും ചെയ്തിട്ടില്ലായിരുന്നു. ഇങ്ങനെ ചെയ്യാതിരുന്ന അനാസ്ഥ ഉദ്യോഗസ്ഥന്മാരെ വെച്ച് ആര് മുതലെടുത്തു? സുരേഷ് ഗോപിയും BJPയും മുതലെടുത്തു. അതാണ് പ്രശ്നം. ഇപ്പോഴും മൗനമാണല്ലോ സുരേഷ് ഗോപി. അല്ല, സുരേഷ് ഗോപിക്ക് ഇപ്പോൾ ഏറ്റവും നല്ലത് മൗനം വിദ്വാനുഭൂഷണം എന്നുള്ളതാണ്. അല്ല, MV എന്ന് പറയുന്ന മണ്ടത്തരങ്ങളും മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കും. വീണ ജോർജ് പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒന്നും ഏത് കാര്യം പറഞ്ഞാലും സുരേഷ് ഗോപി പറഞ്ഞാലും വെട്ടി ചെന്നയാണ്. അപ്പോൾ എന്താ നല്ല കാര്യം? അല്ല, അതായത് ചെയ്യാൻ ചെയ്തു. 2 പക്ഷത്തും എത്തിയിരുന്നവർ ഗ്രൗണ്ട് വർക്കിൽ തോറ്റു പോയത് കൊണ്ടാണ് ഇപ്പോൾ കിടന്ന് കരയേണ്ടി വരുന്നത്. CPM-ൻ്റെ കേഡേഴ്സ് എന്ന് വെച്ചാൽ BLO CPM-ൻ്റെ കേഡേഴ്സാണ്.
NGO യൂണിയൻ അവിടുത്തെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരിൽ 70% CPM-ൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ്. അവരുമായിട്ട് പൂർവ്വവകുന്നവരാണ്. അവർക്കിത് ഒരു മുറിയിൽ 89 പേര് താമസിക്കുന്നു എന്ന് കണ്ടെത്തി അവിടെ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ട് എന്ന് കണ്ടെത്താൻ പറ്റാത്ത BLO ആരാന്ന് ചോദിച്ചത്? അത് കറക്റ്റ് ഉത്തരവാദിയില്ലേ? BLOമാർക്ക് പെർമിഷൻ കൊടുത്തേ. അത് കണ്ടെത്താത്ത BLOയുടെ പേരുകൾ പുറത്തുവിടാവോ? അവരെ ശിക്ഷിക്കണ്ടേ? ഈ തെരഞ്ഞെടുപ്പിനെ പ്രഹസനമാക്കി നമ്മുടെ എന്താ പറയുന്നത്, പ്രഹസനമാക്കിയത് ആരാ? ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഇന്നലത്തെ പ്രസംഗത്തെ പറ്റി നല്ലൊരു കമൻറ്റ് വായിച്ചു. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിലെ പ്രതിഷ്ഠയാണ് തെരഞ്ഞെടുപ്പ്, ദൈവമാണ്, വിഗ്രഹമാണ് സ്വതന്ത്ര തെരഞ്ഞെടുപ്പ്. അതിനെ അടിച്ചെടുത്തുകൊണ്ട് പോയാരാ? ഇന്നലത്തെ BJP-ക്കാർ അതിനെ അടിച്ചെടുത്തുകൊണ്ട് പോയെന്നാണ് പറഞ്ഞത്. ആ വിഗ്രഹത്തെ, ഇന്ത്യയിലെ കോടാനുകൂടി ജനങ്ങൾ പൂജിക്കുന്ന ആരാധിക്കുന്ന വിഗ്രഹത്തെ ആരടിച്ചെടുത്തുകൊണ്ട് പോയി? BJP-ക്കാർ അടിച്ചെടുത്തുകൊണ്ട് പോയി എന്നാണ് പറഞ്ഞത്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യയശാസ്ത്രമാണ്. ഇപ്പം നമ്മൾ പറയുന്ന സമയത്ത് BJP കമ്മീഷൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നവർ അറിയാതെ ഇതൊന്നും നടക്കില്ല. അത് എല്ലാ ലെവലിലും നടന്നു എന്നുള്ളത് വലിയൊരു വേദന ഉണ്ടാക്കുന്ന കാര്യമില്ല. അതായത് വോട്ട് ചേർക്കുന്നത് മുതൽ ഫോറം 6 മുതൽ ഇതിൻ്റെ ഒരു പ്രവർത്തനം നടക്കുകയാണ്. ഒരുപാട് കഴിഞ്ഞാണ് ഇപ്പോൾ ഇത് തെരഞ്ഞെടുപ്പിലെത്തി വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ ഈ ഒരു പ്രവർത്തനം, ഒരു അട്ടിമറി നടന്നുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ആരും അറിഞ്ഞില്ലെന്ന് പറയുന്നതിൽ വാസ്തവമില്ലല്ലോ. അത് ഈ വോട്ടർ ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് ഒരു നമ്മൾ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുന്നതിൻ്റെ ആദ്യത്തെ പടി, ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. അത് പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വഴി തെറ്റും. നമ്മൾ വേറെ മുറികളായിരിക്കും ചെല്ലുന്നത്. ലിഫ്റ്റ് കയറിയിട്ട് ഞെക്കുന്നവരില്ല 1, 2, 3, 4. നമ്മൾ 4ാമത്തെ ഫ്ലോറിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഞെക്കുന്ന 5-ലായിരിക്കും, മുകളിൽ ചെല്ലും, അറിയില്ല. അതുപോലെ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ള പ്രക്രിയയിൽ ഉദ്യോഗസ്ഥന്മാരുടെ മൗലികമായ ഉത്തരവാദിത്തമാണ്. പക്ഷേ അതിനെ മോണിറ്റർ ചെയ്യേണ്ട ബാധ്യത ആർക്കുണ്ട്? രാഷ്ട്രീയ കക്ഷികൾക്കുണ്ട്, അവിടെ മത്സരിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥികൾക്കുണ്ട്. അവരത് ചെയ്യാതെ ഉദ്യോഗസ്ഥന്മാർ തന്നെ ചെയ്തോട്ടെന്ന് വിചാരിച്ചുകൂടെ? അതിന് പെർമിഷൻ കൊടുത്താരാണ്? ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബാധ്യത 2 കൊണ്ട് ഇതിന്. ഒന്ന്, മാർക്സിസ്റ്റ് പാർട്ടി കേഡേഴ്സ് സജീവമായിട്ട്, ഇടതുപക്ഷ മുന്നണിയുടെ കേഡേഴ്സ് സജീവമായിട്ട് മോണിറ്റർ ചെയ്യേണ്ട ഒരു കാര്യം. ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ആരാ? ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കി അത് ഒഫീഷ്യൽ ലിസ്റ്റാക്കി മാറ്റുന്നത് ഉദ്യോഗസ്ഥന്മാരാണ്. BLOമാരും തൊട്ട് കളക്ടർ, റിട്ടേണിംഗ് ഓഫീസറായ കളക്ടർ വരെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസേഴ്സാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ അതിൽ കള്ളത്തരം കാണിച്ച്, അതിൽ തട്ടിപ്പ് കാണിച്ചത് ആരാ? ഇവരുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ആ സ്ഥിതി എങ്ങനെ ഉണ്ട്? അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? സുരേഷ് ഗോപിയുടെ മുമ്പിൽ ഇനി 2 മാർഗമുണ്ട്. ഇത് ഫൈറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കേസാണ്. ലോകത്തിന് മനസ്സിലായി ഈ ഇലക്ഷനിൽ കള്ളത്തരം നടന്നു. അവിടെ പറയാൻ പറ്റുന്ന ഒറ്റ കാര്യം, എല്ലാ തെരഞ്ഞെടുപ്പിലും, തൃശ്ശൂർ മാത്രമല്ല, അപ്പുറയും കോൺഗ്രസ് ജയിച്ചിടത്തൊക്കെ, കോൺഗ്രസ് ജയിച്ചിടത്ത് BJP-യോ CPM-ഓ കള്ളത്തരം കാണിച്ചിട്ടുണ്ട്. സത്യം, അത് സത്യമാണ്. പക്ഷേ ആ വോട്ട് കൊണ്ട് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ പറ്റിയില്ല, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഞാനൊരു 100-1000 വോട്ട് കള്ളവോട്ട് ചെയ്യിക്കാനുള്ള സംവിധാനം ചെയ്തു. പക്ഷേ ഭൂരിപക്ഷം 10,000 എൻ്റെ ആ കള്ളവോട്ട് വേസ്റ്റാകും. അങ്ങനെ ഒത്തിരി കള്ളവോട്ടുകൾ മലബാറിൽ വേസ്റ്റായിട്ടുണ്ട്, എല്ലാ തരത്തിലും. ഇപ്പോൾ ഇനി പറഞ്ഞാൽ ഇതുപോലത്തെ സംഭവങ്ങൾ ഇവിടെ മാത്രം, തെരഞ്ഞെടുപ്പ് രംഗത്ത് മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കുന്ന കള്ളത്തരം. മൂന്നാർ CPIയുടെ ഓഫീസ്, അപ്പോൾ ആ ഓഫീസ് കയ്യേറ്റ ഭൂമിയിലായിരുന്നു. അത് ഒഴിപ്പിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അച്യുതാനന്ദൻ വെള്ളത്തിലയച്ചിരിക്കും. എല്ലാവരും കൂടെ ചേർന്ന് അച്യുതാനന്ദനെ എതിർക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആ കയ്യേറ്റം ഒഴിപ്പിക്കാൻ തുടങ്ങിയ ഇതിനെപ്പറ്റി അതിന് പട്ടയം മേടിച്ചിരിക്കുന്നത് ഞാനും കുടുംബവും 12 വർഷമായി കൃഷി തുടങ്ങിയ വൃത്തികൾ ചെയ്ത് താമസിക്കുന്ന സ്ഥലമാണെന്ന് അഫിഡവിറ്റ് സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നത് മറ്റാരുമായിരുന്നില്ല, പഴയ മുഖ്യമന്ത്രി CPIയുടെ ഏറ്റവും കറകളഞ്ഞ നേതാവ് PK വാസുദേവനാരായണൻ. അപ്പോൾ അവിടെ പട്ടയം കിട്ടാൻ വേണ്ടി ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. ഞാൻ 12 വർഷമായി അവിടെ കപ്പയും വാഴയൊക്കെ നട്ട് താമസിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത് കള്ളമാണെന്ന് PK വാസുദേവനാർക്കറിയാം. പക്ഷേ പാർട്ടി പറഞ്ഞു ഇയാൾ ഒപ്പിട്ട് കൊടുത്തു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇയാളതിൻ്റെ ഇത് കഴിഞ്ഞ് എൻ്റെ ഒരു സുഹൃത്ത് വേറൊരു മാസികയ്ക്ക് വേണ്ടി PK വാസുദേവനാരുടെ ഭാര്യയെ പെരുമ്പാവൂർ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നു. PK വാസുദേവൻ മരിച്ചു കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഭാര്യയോട് ചോദിക്കും, നിങ്ങളവിടെ അവിടുത്തെ മൂന്നാറിലെ താമസമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടുത്തെ ഒന്നും തൊടാത്ത മണ്ടി ചോദിച്ചു, മൂന്നാറിലെങ്ങനെ? അയ്യോ, ഞങ്ങൾ മൂന്നാർ കണ്ടിട്ട് പോകും. ആ സമയത്താണ് PK വാസുദേവൻ അഫിഡവിറ്റ് കൊടുക്കുന്നത്, ഞങ്ങൾ കുടുംബസമേതം അവിടെ താമസിച്ച് കൃഷി ചെയ്യാൻ. അപ്പോൾ ഇതേ തട്ടിപ്പ് ഇലക്ഷൻ്റെ കാര്യത്തിലും ഈ മേഖലയിലെല്ലാം നടക്കുന്നുണ്ട്. ഇവിടെ സുരേഷ് ഗോപിയെ കൃഷിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ കൃഷിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയാണ്. ഞാൻ തെറ്റ് ചെയ്യും, ഞാനൊരാളെ കൊല്ലാൻ പോകും, ഞാൻ മോഷ്ടിക്കാൻ പോകും, എന്നെ പിടിക്കേണ്ട പോലെ പോലീസിനുണ്ട്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ, ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ കഴിവുകേട്ടവരാണ്. അല്ല, ഇങ്ങനെ രാഷ്ട്രീയ നേതാക്കളെ ഭയക്കുന്ന ഒരു ഉദ്യോഗസ്ഥ തലം എന്ന് വേണ്ടേ നമ്മൾ അതിനെ നോക്കിക്കാണാം? ചിലപ്പോൾ അവർക്ക് മേലെ വന്ന പ്രഷർ കൊണ്ട് ചെയ്തതാണെങ്കിൽ. അല്ല, അതിൻ്റെ കാരണം
ഉദ്യോഗസ്ഥന്മാർ വഴങ്ങിക്കൊടുക്കുന്ന രണ്ട് കാരണമുണ്ട്. ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടി 1000 രൂപയുടെ കള്ളത്തരത്തിന് കൂട്ടു നിന്നാൽ ഇവൻ സ്വന്തമായിട്ട് 10,000-ൻ്റെ കള്ളത്തരം ചെയ്യും. പിന്നെ രാഷ്ട്രീയക്കാരനെ ചോദിക്കാൻ പറ്റുമോ? ചില ഉദ്യോഗസ്ഥന്മാർ നാട്ടിൽ നിന്ന് ട്രാൻസ്ഫർ ആകാതിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്, ബാങ്കുകളിലുണ്ട്, പോലീസ് സ്റ്റേഷനിലുണ്ട്. അവർക്ക് ട്രാൻസ്ഫർ ഇല്ല. എന്താ കാര്യം? എല്ലാ രാഷ്ട്രീയക്കാരെയും പ്രീതിപ്പെടുത്തുന്നവരാണ്. ചില വലിയ ഓഫീസർമാർക്ക് ഈട്ട വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കും. കാരണം എന്നാ? അവർക്ക് സ്വാധീനമുണ്ട്. അപ്പം ആ സ്വാധീനം ഉള്ളതുകൊണ്ടാണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇങ്ങനെ വന്നതിൻ്റെ കാര്യം എന്നാ? ഉറപ്പായിട്ടും സുനിൽകുമാർ അറിഞ്ഞില്ലെങ്കിൽ, കെ മുരളീധരൻ അറിഞ്ഞില്ലെങ്കിൽ, പ്രതാപൻ അറിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസിൻ്റെയും CPM സംസ്ഥാന നേതൃത്വം BJP ജയിച്ചോട്ടെ എന്നൊരു കണ്ണടച്ചു. അവിടെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ രാജീവ് ചന്ദ്രശേഖരൻ അത്ര വോട്ട് മാറ്റാൻ പറ്റിയില്ല. ഞാൻ വിചാരിക്കുന്നത് എങ്ങനെ, മുരളീധരൻ അത്ര വോട്ട് മാറ്റാൻ പറ്റിയില്ല. അവിടെ സംഭവിച്ചത്. അപ്പോൾ ഇങ്ങനത്തെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരസ്പരം കൊടുക്കൽ വാങ്ങുകൾ. ഇപ്പോൾ ഞാൻ പറയുന്നത് ഒരു പാലം ഉണ്ട്, മാരാർജി ഭവൻ, ഇന്ദിരാഭവൻ, AKG സെൻറ്റർ, ഈ മൂന്നും കൂടെ ചേർന്നൊരു പാലമുണ്ട്. ആ പാലത്തെ കൂടെ നമുക്കൊന്നും കയറാൻ പറ്റിയില്ല. നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സൗകര്യപൂർവ്വം പോയി വരും. നമ്മളത് കണ്ടിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതാണ് തൃശ്ശൂരിൽ സംഭവിച്ചിരിക്കുന്നത്.